very important ആണ്. The power of no. No എന്ന് പറയുന്ന വാക്കിന്റെ ശക്തി, അതാണ് നാലാമത്തെ കാര്യം. The power of no. നോയുടെ ശക്തി. നമുക്കെല്ലാം യെസിന്റെ ശക്തി അറിയത്തുള്ളൂ. യെസ്. ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുന്നു, ചോദ്യത്തിന് ഉത്തരം അറിയാമോ? അറിയത്തില്ലേ? നോ എന്ന് പറഞ്ഞ ആരെങ്കിലും കൈപൊക്കോ? അടിയപ്പോൾ. യെസ് എന്ന് പറയുമ്പോ മിടുക്കൻ, റോബിനെ നീ മിടുക്കനാടാ, ശിവൻകുട്ടി നീ മിടുക്കനാ, മമ്മത നീ മിടുക്കനാ, മിടുക്കിയ. കൂട്ടുകാരെ, നോയ്ക്കും ശക്തിയുണ്ട്. നോയ്ക്കും എപ്പോഴാണ് നോയുടെ ശക്തി എന്നറിയാമോ? നോയുടെ ശക്തി ശ്രദ്ധിക്കും. നോയുടെ ശക്തി എപ്പോഴാണെന്ന് അറിയാമോ? നോയുടെ ശക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? യെസ് പറയണോ നോ പറയണോ? യെസ് പറയണോ നോ പറയണോ? നിങ്ങളെ അരുതാത്ത കാര്യത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഒരാൾ പ്രേരിപ്പിക്കുകയാണ്. വീട്ടുകാർക്ക്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ ഒരു സീനിയർ പ്രേരിപ്പിച്ചിട്ട് പറയണം, വീട്ടിൽ പോയി പറയരുത്. നിങ്ങൾ യെസ് പറഞ്ഞാലാണോ വിജയിക്കുന്നത്, നോ പറഞ്ഞാലാണോ? പക്ഷെ പലപ്പോഴും യെസ്സേ പറയത്തുള്ളൂ. പ്രഷർ വരുമ്പോ അല്ലേ? നോ പറയുന്നവരാണ് കരുത്തർ. ഇതാണ്, നോ പറയുന്നവരാണ് കരുത്തുള്ളവർ. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോളേജിൽ പഠിച്ച ഒരു പയ്യൻ, ഒരു മോനുണ്ടായിരുന്നു. അവനെ ഹോസ്റ്റലിൽ പിള്ളേരെല്ലാം അവിടെ നിർബന്ധിച്ച് അവനെ മദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങളുടെ പാർട്ടിയിൽ കൂടണം. പാർട്ടിയാ, രാത്രി പാർട്ടിയാ 11 മണിക്ക്. പക്ഷെ അവൻ നല്ലൊരു ദൈവ പൈതലായിരുന്നു. അവന് ദൈവം ഒരു വിസ്ഡം കൊടുത്തു, ബുദ്ധി കൊടുത്തു. അവരോട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം കുറെ പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മളെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കിടന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവന് ദൈവം ബുദ്ധി കൊടുത്തിട്ട് അവൻ പറഞ്ഞു, കൂട്ടുകാരെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങൾ പറയുന്നത് കേട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാനും അത് തന്നെയാ പറയുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ കുടിക്കുന്നത് വിഷമാണ്. ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളായിരിക്കും. അത് പറഞ്ഞു കേട്ടപ്പോ അവര് പറഞ്ഞു, അവനെ വിട്ടാൽ ഒഴിവാക്കിയത്, അവനെ ഇനി നമുക്ക് കിട്ടത്തില്ല. നോയുടെ ശക്തി. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ, നിങ്ങളുടെ അനുവാദം കൂടാതെ ആരെങ്കിലും സ്പർശിക്കുമ്പോഴും ഏത് വാക്കാ പറയേണ്ടത്? ഏത് വാക്കാ? കണ്ണുകളിൽ നോക്കിയിട്ട് ഏതാ പറയേണ്ടത്? നോ പറയണം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ട്യൂഷൻ ഹോമുകൾ, ബന്ധു വീടുകൾ, നിങ്ങൾ വിശ്വസിച്ച ചേട്ടന്മാരും ചേച്ചിമാരും, നിങ്ങളുടെ ശരീരത്തിൽ അരുതാത്ത രീതിയിൽ അപ്രോപ്രിയേറ്റ് ടച്ച് കൊണ്ട്, ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് കൊണ്ട് നമ്മൾ ആരെങ്കിലും തോളത്ത് തട്ടാം, മോനേടാ മിടുക്കനാ, പേടിച്ചു പോയ മിടുക്കനെന്ന് പറഞ്ഞ മിടുക്കൻ, ഗുഡ് ടച്ച്. പക്ഷെ അരുതാത്ത ചില ഭാഗങ്ങളുണ്ട്. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഏത് വാക്കാ യൂസ് ചെയ്യേണ്ടത്? ഏത് വാക്കാ? പ്രത്യേകിച്ച് ഗേൾസ് ഏത് വാക്കാ യൂസ് ചെയ്യേണ്ടത്? ഏത് വാക്കാ? പവർ ഓഫ് നോ. മിടുക്കി. അവർക്ക് സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നല്ലൊരു കാര്യം. യെസ്. അപ്പൊ കൂട്ടുകാരെ, പവർ ഓഫ് നോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പവർ ഓഫ് നോ. ജീവിതത്തിൽ ബൗണ്ടറികൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ബൗണ്ടറികൾ, അതിരുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബൗണ്ടറി ഇടുന്നുണ്ട് അല്ലേ? അച്ഛനും അമ്മയൊക്കെ. നമുക്ക് പലപ്പോഴും അത് ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും പപ്പായും മമ്മിയും നോ നോ, അവിടെ പോകരുത്, കൂട്ടുകാരുടെ കൂടെ പോകരുത്, ടൂർ പോകണ്ട, വൈകിട്ട് 7 മണിക്ക് അകത്ത് വരണം, നോ നോ. പക്ഷെ അതിന്റെ ഒരു കാരണം ഞാൻ പറയാൻ പോവാം. എന്തിനാണ് അവർ നോ പറയുന്നത്? ഒറ്റ കാരണം. നിങ്ങൾ പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ? നല്ല പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ? നല്ല ഗാർഡൻ കണ്ടിട്ടുള്ള എത്ര? വീട്ടിൽ ഗാർഡൻ ഉള്ള എത്ര കൂട്ടുകാരുണ്ട്? പൂക്കളൊക്കെ വളർത്തുന്നത്. സൂപ്പർ. നമ്മൾ നല്ല ഗാർഡൻ ആണെങ്കിൽ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വേലി കെട്ടാറുണ്ട്. എന്ത് കെട്ടാറുണ്ട്? വെയിലല്ലടാ, വേലി. എന്തിനാ വേലി കെട്ടുന്നത്? എന്തോ അതിന്റെ പർപ്പസ്? എന്തുവാ? പൂക്കൾ ചാടിപ്പോകാതിരിക്കാനാണോ? പൂക്കൾ ചാടിപ്പോകാൻ. പുറത്തു നിന്നും ആളുകൾ അകത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ബൗണ്ടറി നമ്മുടെ മാതാപിതാക്കൾ കെട്ടുന്നതിന്റെ കാരണം നിങ്ങൾ പുറത്ത് ചാടിപ്പോകുന്ന പേടി കൊണ്ടല്ല, പുറത്തു നിന്നും ആളുകൾ നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കണം. 10, 25, 30 വർഷമായി കഴിഞ്ഞിട്ടേ അന്നത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണോ നല്ലത്? നേരെ തിരിച്ച്, ഞാൻ അന്ന് തീരുമാനമെടുത്തത് നന്നായി എന്ന് പറഞ്ഞായിരിക്കും ജീവിതത്തിൽ സന്തോഷം. നിങ്ങൾ കുറച്ച് വളർന്നു, ഒരു 25, 30, 40 വയസ്സായിട്ട് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ ലൈഫിലേക്ക്. എന്നിട്ട് നിങ്ങൾ പറയുക, നിങ്ങൾ റിഗ്രറ്റ് പറയുക, അയ്യോ അത് വേണ്ടായിരുന്നു, ആ ബന്ധം വേണ്ടായിരുന്നു, അവനോട് അങ്ങ് നോ പറഞ്ഞാൽ മതിയായിരുന്നു, അവനൊരു ചതിയനായിരുന്നു. ഇപ്പൊ സംഭവിച്ച കാര്യമാണ് കൂട്ടുകാരെ. കണ്ണേ കരളെ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു മയക്കിയ ഒരു ചെറുക്കൻ. അവന്റെ സൂപ്പർ ബൈക്കിന്റെ സ്പീഡും
അവന്റെ കണ്ണാടിയുടെ സ്റ്റൈലും അവന്റെ മുടിയുടെ സ്റ്റൈലും കണ്ട് അവളങ്ങ് വീണു. ഇടമിടുക്കിയായിട്ട് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയാ. അതിന്റെ കൂട്ടത്തിൽ അവൻ കാനഡയിലും പോയി. അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. എടി, നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. വീട്ടുകാരുടെ സമ്മതത്തെ അവഗണിച്ചുകൊണ്ട് അവർ ഒന്നായി മാറി. പ്രേമം, റൊമാൻസ്, സ്നേഹം, വാ, നല്ല വാക്കാണ്. പക്ഷെ കാനഡയിൽ ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ആ സത്യം അവൾ തിരിച്ചറിഞ്ഞത്. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഇവളെ പോലെ പല പെൺകുട്ടികളുമായിട്ടും അവൻ എന്തുണ്ടായിരുന്നു? ബന്ധമുണ്ടായിരുന്നു. അതിൽ ഒരു ടൈം പാസ് മാത്രമായിരുന്നു ഈ പാവം പിടിച്ച പെൺകുട്ടി. കൂട്ടുകാരെ, ജീവിതത്തിൽ നോ പറയേണ്ട സമയത്ത് നോ പറയേണ്ട സമയത്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയേണ്ട സമയത്ത് നോ പറയണം. നിങ്ങളുടെ ലൈഫിന്റെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. ശ്രദ്ധിക്കുക. അടുത്ത അവസാനത്തെ പോയിന്റ് പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യാൻ പോവുക. നാളെ ഓർക്കുമ്പോൾ, ഇതിന്റെ അവസാനത്തെ പോയിന്റ്, അത് അവസാനത്തെ പോയിന്റ് അല്ല, ഈ 4ാമത്തെ സെഷന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുക. നിങ്ങൾ നാളെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന തീരുമാനങ്ങൾ മാത്രമേ ഇന്ന് എടുക്കാവുള്ളൂ. ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ നാളെ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്ന തീരുമാനങ്ങൾ മാത്രമേ ഇന്ന് എടുക്കാവുള്ളൂ. ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് നിങ്ങൾ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആരാ പറയുന്നു? ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എനിക്ക് തിരിച്ചു കിട്ടണം. നാളെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ തല തിരിഞ്ഞു പോകും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തോന്നുന്ന തീരുമാനങ്ങൾ മാത്രമേ ഇന്ന് എടുക്കാവുള്ളൂ. ഇവിടുന്ന് പറഞ്ഞത് 500 പോയിന്റുകളോടെ ബോയ്സ് ടീമിന് 500 പോയിന്റ്, ജീസസ് സൂപ്പർ കിങ്സിന് അന്ന് 500 പോയിന്റ്. ആരാ പറയുന്നത്? ആരെങ്കിലും ഒരാള്. അവർക്ക് തമിഴ് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകൂടി ഇവിടെ പറയുന്നു, ഒരാളുണ്ട്. ശരത്തിന് ഒന്നുകൂടെ ക്ലിയർ ചെയ്തോ. ഇവിടെ ശ്രദ്ധിച്ചോ, ശരത്ത് പറയും. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. നാളെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നാളെ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കുമ്പോൾ സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചെയ്യാവുള്ളൂ. ഇന്ന് വീട്ടുകാരെ തെറ്റിച്ച് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ട നാളെ സന്തോഷമായിരിക്കും, ദുഃഖമായിരിക്കും. കൂട്ടുകാരെ, ലൈഫ് ഈസ് ലൈക്ക് എ ബോട്ടിൽ. പൊട്ടുന്ന ഒരു പാത്രം പോലെയാ. താഴെയിട്ട് പൊട്ടിച്ചാൽ നമുക്കത് ജോയിൻ ചെയ്ത് വെക്കാം, പക്ഷെ ആ പാടുകൾ എന്നും ഉണ്ടാവും.